സിറ്റി പെർമിറ്റുള്ള വണ്ടിയിൽ അകത്ത് കയറാൻ പോയപ്പോ അകത്ത് തല്ലിപ്പൊളിക്കുമെന്നാ പറഞ്ഞേക്കണം. ഞാൻ അങ്ങനെ പോണ ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഈ ഓട്ടോ ഓടിച്ച് ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഈ രാത്രിയും പകലും നാട്ടോടിച്ച് കുടുംബത്തിലെ കാര്യം നോക്കിയ ശേഷം ഇപ്പോഴെന്റെ കെട്ടിയുടെ പാടില്ല. ഞാൻ അതാ വര വൈകിയത്. എന്റെ കെട്ടിയുടെ പാടില്ല. പുള്ളിക്കാരൻ മരുന്നിനെ കൊണ്ടുപോയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. പക്ഷെ ഇന്നലെ ഓടാൻ വന്നത് അന്നേരം ഇവരെല്ലാരും കൂടി തടഞ്ഞ് തല്ലാൻ വന്ന് കയ്യിൽ വടിയൊക്കെ ഞാൻ രണ്ടുപേരെ വീഡിയോ തരാം. അതൊക്കെ ചെയ്തിട്ടാണ് പിന്നെ നിവർത്തിനാണ് ഞാൻ തിരിച്ചുപോയി. കൊച്ചി സൗത്ത് റെയിൽവേ പോലീസ് സ്റ്റേഷൻ പരിസരം CITUവിന് സർക്കാർ തീരെഴുതി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഒരു വനിതാ ഓട്ടോ ഡ്രൈവറെ ജീവിക്കാനായി കാക്കിയിട്ട് ഒരു ഓട്ടോയും വാങ്ങി ഇറങ്ങിയ ഒരു തൊഴിലാളിയെ ഈ CITU നേതാക്കന്മാർ അവിടെ വിലക്കിയിരിക്കുകയാണ്. എറണാകുളം കടവന്ത്രയിലും സൗത്ത് റെയിൽവേ സ്റ്റേഷനിലും ഓട്ടോ ഡ്രൈവർമാരുടെ സഹപ്രവർത്തകയായ ഒരു സ്ത്രീയെ ഓട്ടോ ഓടിക്കാൻ പോലും സമ്മതിക്കാതെ ആക്രമിക്കുകയാണ് സഹപ്രവർത്തകരായ ഓട്ടോക്കാർ. അതിന്റെ പ്രധാന കാരണം എന്താ അറിയോ? അവര് ഒരു യൂണിയന്റെ ഭാഗമല്ല എന്നുള്ളതാണ്. യൂണിയന്റെ ഭാഗമാണോ ഒരു മനുഷ്യനോട് ജീവിക്കാൻ? ഈ നാരികൾ പറയുന്നത് ഭാഗമാകണമെന്നാണ്. ഇവരെങ്ങനെയെന്നറിയോ? ഈ 41 വയസ്സായ അമ്മയോട് ചെയ്യുന്ന കാര്യം, ഓട്ടോ ഓടിക്കുമ്പോൾ കല്ലെടുത്തെറിയ, ടയർ പഞ്ചറാക്കുക, ഇത്തരത്തിലുള്ള വളരെ നീചമായ, പച്ചക്ക് പറഞ്ഞാൽ ഞാൻ തൽക്കാലം പച്ചക്ക് പറയുന്നില്ല, അത്തരത്തിലുള്ള പല തെമ്മാടിത്തരവുമാണ് ഒരു വീട്ടമ്മയായ 41 വയസ്സുകാരിയായ ഒരു പാവം സ്ത്രീയോട് ഈ പരമനാരികൾ, CITUവിലെ യൂണിയൻ എറണാകുളം കടവന്ത്ര മേഖലയിലുള്ള പരമതെണ്ടികൾ ഒരു വീട്ടമ്മയോട്, ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഓട്ടോ ഓടിക്കുന്ന ഒരു വീട്ടമ്മയോട് ചെയ്യുന്നത് മനുഷ്യന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. റോഡുകൾ എന്നത് പൊതുസ്വത്താണ്. ഏതെങ്കിലും വ്യക്തികളുടെയോ സംഘടനകളുടെയോ തറവാട്ട് സ്വത്തൊന്നുമല്ല പൊതു റോഡ് എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിലെ മിക്ക ഓട്ടോ സ്റ്റാൻഡുകളും പൊതുനിരത്തുകൾ കയ്യേറിയ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഒരു മാഫിയ സംഘത്തെ പോലെ ചോദ്യം ചെയ്യുന്നവരെ ആക്രമിക്കുന്ന രീതിയാണ് ഓട്ടോക്കാർ പലപ്പോഴും പുലർത്തിപ്പോരുന്നത്. എല്ലാവരും പറയുന്നില്ല, ഒരു വലിയ വിഭാഗം അങ്ങനെ തന്നെയാണ്. ഇത്തരം കൂട്ടങ്ങൾ ഇതിനോടകം തന്നെ വലിയ മാഫിയ സംഘങ്ങളെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിയമത്തിനും മനുഷ്യത്വത്തിനുമൊക്കെ ഇവർക്ക് പുല്ലുവിലയാണ്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് വരുന്ന ഒരു വാർത്ത. ഞാൻ ഇവിടെ വണ്ടി ഓടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 27 കൊല്ലമായി സാറേ. ഞാനും ഭർത്താവും 2 മക്കളോടങ്ങിയതാണ് എന്റെ കുടുംബം. പക്ഷെ മൂത്ത മോളെ കെട്ടിച്ചു. ഇളയ മോന് 3 വർഷം മുമ്പ് ദൈവം തിരിച്ചു വിളിച്ചു. അതോടെ ഞാനും എന്റെ കെട്ടിന് അനാഥനാണ്. പിന്നെ പുള്ളിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ എറണാകുളത്ത് ഓടാൻ തുടങ്ങി 10-17 കൊല്ലം ഞാൻ എറണാകുളത്ത് ഓടുന്നത്. ഈ വിവേകാനന്ദ സ്റ്റാൻഡിൽ ഓടാൻ തുടങ്ങിയിട്ട് 4 കൊല്ലത്തോളമായി. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് അമിതകുലി ഇതാണ് അതാണെന്ന് പറഞ്ഞ അനാഥ എന്തൊക്കെയോ വേണ്ടാതിനൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ സ്റ്റാൻഡിൽ നിന്ന് പുറത്താക്കിയിട്ട് ഞാൻ സിറ്റി പെർമിറ്റുള്ള വണ്ടിയിൽ അകത്ത് കയറാൻ പോയപ്പോ അകത്ത് തല്ലിപ്പൊളിക്കുമെന്നാ പറഞ്ഞേക്കണം. പറഞ്ഞ വ്യക്തി ഒന്ന് ഷഹീർ, വാസുട്ടൻ, പിന്നെ രാഹുല്, അൻസിൽ, ഇവരൊക്കെയാണ് പറഞ്ഞേക്കണത്. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശങ്ങൾക്കെതിരെ തടസ്സം നിൽക്കാൻ ഈ ഗുണ്ടാ സംഘങ്ങൾക്ക്, CITUയുടെ ഗുണ്ടാ സംഘങ്ങൾക്ക് ആരാണ് അവകാശം നൽകിയത്? സ്വന്തം നാട്ടിൽ ആത്മാഭിമാനത്തോടെ അധ്വാനിച്ച് ജീവിക്കാൻ ഇറങ്ങിയ ഒരു സ്ത്രീയോട് മര്യാദയ്ക്ക് അവരുടെ തൊഴിൽ പോലും ചെയ്യാൻ സമ്മതിക്കാതെ വീണ്ടും 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 വേട്ടയാടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പോലും എല്ലാവിധ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ ഈ മണ്ണിന്റെ മകളായ ഒരു അമ്മയ്ക്ക് ഒരു ഓട്ടോയുമായി സ്വന്തം ഓട്ടോ സ്റ്റാൻഡിൽ ചെല്ലാൻ സാധിക്കാത്ത രീതിയിലുള്ള അന്തരീക്ഷം എത്ര ഭീകരമാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ഗുണ്ടകളുടെ ഇത്തരം ഭീഷണികൾക്കൊന്നും നിന്നു കൊടുക്കാതെ സ്വന്തം തൊഴിലെടുത്ത് അഭിമാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഈ സ്ത്രീയോട് ഇവർ ചെയ്യുന്ന ക്രൂരത ഉണ്ടല്ലോ, വണ്ടിക്ക് കല്ലെടുത്തെറിയ, ടയർ പഞ്ചറാക്കുക, ഇത്തരത്തിലുള്ള തെണ്ടിത്തരങ്ങളെ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അത് നാട്ടുകാരും നോക്കി നിൽക്കുകയും ചെയ്യരുത്. ഞാൻ അങ്ങനെ പോണ ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഈ ഓട്ടോ ഓടിച്ച് ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഈ രാത്രിയും പകലും നാട്ടോടിച്ച് കുടുംബത്തിലെ കാര്യം നോക്കിയ ശേഷം ഇപ്പോഴെന്റെ കെട്ടിയുടെ പാടില്ല. ഞാൻ അതാ വര വൈകിയത്. എന്റെ കെട്ടിയുടെ പാടില്ല. പുള്ളിക്കാരൻ മരുന്നിനെ കൊണ്ടുപോയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. എത്ര കാലമായി ഇപ്പൊ നിങ്ങളെ വിലക്കുന്നു? 7 മാസത്തോളം, 7-8 മാസത്തോളം. സർവ്വത്തിന്റെ വീടിന്റെ പരിസരം വന്ന് നോക്കിയാൽ മനസ്സിലാവും. മൊത്തം കടത്തിലാണ്. ഓരോരുത്തർ കടക്കാർ ചോദിക്കുമ്പോ പറയാനില്ല, എന്ത് ചെയ്യണോന്നറിയില്ല, ഓടാൻ പറ്റുന്നില്ല. മിക്കപ്പോഴും വണ്ടിയിലാവുമ്പോ തന്നെ എന്റെ മകന്റെ കൂട്ടുകാരനാണ് വിപിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി
പുള്ളിയാണ് ഞങ്ങളെ സഹായിക്കണമെന്നും ഞങ്ങൾക്കും ജീവിക്കണ്ടേ. അങ്ങനെ പോണ ഒരു വ്യക്തിയാണെങ്കിൽ വണ്ടി ഒതുക്കിട്ടിട്ട് അല്ലെ വണ്ടി വാടക കൊടുത്തിട്ട് എവിടെയെങ്കിലും നിന്ന് നമുക്ക് പഴയ്ക്കാം. നമുക്ക് അങ്ങോട്ട് ഭക്ഷണമല്ല വേണ്ടത്. ജീവനുള്ള കാലം ഒരു ദൈവം തന്ന ജീവിതം, ജീവനുള്ള കാലം ഒരു പണിയെടുത്ത് ജീവിക്കാം. പരാതിയൊന്നും കൊടുത്തിട്ടില്ല ഇവിടെ? പരാതി കൊടുത്തായിരുന്നു, സെൻട്രൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തായിരുന്നു. അന്നേരം ആ സമയത്തുള്ള സാറ് പറഞ്ഞു C8 കാർഡ് ഇത് അനുമതി ഉണ്ടെങ്കിൽ മാത്രം അവിടെ ഓടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൂടെയുള്ള, അതായത് എന്റെ മകന്റെ സ്ഥാനം ഇപ്പൊ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിപിൻ എന്ന വ്യക്തി പറഞ്ഞു, സാറേ ഞങ്ങളിവിടെ വേറെ യൂണിയൻ കൊണ്ടുവന്നാ ഞങ്ങൾ ഓടിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ അന്നേരം ഈ പറഞ്ഞ ഷഹീറും വാസുട്ടനും പറഞ്ഞു നിങ്ങൾ ഓടിക്കോ, ഞങ്ങൾക്ക് അതിനകത്ത് ഒരു പ്രശ്നമില്ലാന്ന്. പക്ഷെ അതേ ഞങ്ങൾ വേറെ യൂണിയനിൽ കയറി, ആ യൂണിയനിലെ നേതാക്കന്മാർ ഞങ്ങളെ പറ്റി അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ ഈ യൂണിയനിൽ കയറ്റിയേക്കണം. അവര് വന്ന് പറഞ്ഞ ശേഷം അവര് വന്നെല്ലാം അന്വേഷിച്ച് ഞങ്ങൾ ഈ യൂണിയനിൽ കയറ്റി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ ഓടാൻ വന്നു. ഈ 7 മാസത്തിന് ശേഷം ഇന്നലെ ഓടാൻ വന്ന. അന്നേരം ഇവരെല്ലാരും കൂടി തടഞ്ഞ് തല്ലാൻ വന്ന് കയ്യിൽ വടിയൊക്കെ ഞാൻ രണ്ടുപേരും വീഡിയോ തരാം. അതൊക്കെ ചെയ്തിട്ടാണ് പിന്നെ നിവർത്തിനാണ് ഞാൻ തിരിച്ചുപോയി. ഒരു സ്ത്രീ ജീവിക്കാൻ വേണ്ടി പ്രതികൂലമായ സാഹചര്യങ്ങളോട് പടവെട്ടി ജീവിക്കാൻ വേണ്ടി ഒരു വണ്ടിയുമായി ഇറങ്ങുമ്പോൾ അവരെ ഒറ്റപ്പെടുത്താനും തൊഴിൽ നിഷേധിക്കാനും ശ്രമിക്കുന്ന ഈ ഗുണ്ടാ സംഘങ്ങളുണ്ടല്ലോ C8ന്റെ, അവര് ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്യുന്നത് തൊഴിലാളി വർഗത്തിന്റെ മാന്യതയില്ല, മറിച്ച് മാഫിയ സംഘങ്ങളുടെ ഗുണ്ടാ സംഘങ്ങളുടെ പിന്തുടർച്ചക്കാരാണ് നിങ്ങൾ. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ CATU എന്ന പ്രസ്ഥാനത്തിന് തന്നെ നാണക്കേടാണ്. സ്റ്റാൻഡുകൾ കൈയടക്കി വെക്കുന്നവരുടെയും സ്വന്തമായി റോഡ് കീഴടക്കി അവിടെ പുതിയ ബോർഡ് സ്ഥാപിച്ച് ആ സ്ഥലത്തിന്റെ അവകാശം കാലങ്ങളായി കൈയടക്കി വെച്ചിരിക്കുന്ന ഓട്ടോ മാഫിയക്കാരുടെ നിങ്ങളുടെ അഹങ്കാരം നിയമവ്യവസ്ഥയോടും സാധാരണക്കാരോടുമുള്ള വെല്ലുവിളിയാണ്. അത് മറക്കരുത്. സാധാരണക്കാരുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള സാഹചര്യം, യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഊബർ വന്നോടുകൂടി മിക്കതും കട്ടപ്പുറത്തായി. ഇത്തരത്തിൽ അഹങ്കാരവുമായി ഇനിയും നടക്കുകയാണെങ്കിൽ വൈകാതെ എല്ലാം കൂടി കട്ടപ്പുറത്താന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. റോഡിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് മാത്രമേ ഓട്ടോ സ്റ്റാൻഡുകൾ പാടുള്ളൂ എന്നുള്ള ഹൈക്കോടതി വിധി പോലും നിലനിൽക്കെ പലപ്പോഴും റോഡുകൾ പോലും കൈയേറിക്കൊണ്ട് ഇവരുടെ സ്റ്റാൻഡ് പ്രവർത്തനം. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ഓട്ടോ സ്റ്റാൻഡിന്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുമോ? ഒരു ചെറിയൊരു ആവശ്യത്തിന് അല്ലെങ്കിൽ ചെറിയൊരു സാധനം വാങ്ങാനായിട്ട് 1 മിനിറ്റ് പാർക്ക് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുമോ? ഇവന്റെ അത് ഞങ്ങളെ സ്റ്റാൻഡാ. പിന്നെ ഈ നാട്ടിലെ പൊതു റോഡൊക്കെ ഭരണകൂടവും പോലീസും ഇവന്മാരുടെ ഈ കയ്യേറ്റത്തിലും ഈ തൊഴിൽ നിഷേധത്തിലൊക്കെ കർശനമായി നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഇവിടെ നിയമം ഒരിക്കലും നോക്കുകുത്തി ആവാൻ പാടില്ല. അതിന് നമ്മൾ സമ്മതിക്കരുത്. സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, തൊഴിലെടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ടും അതിനുള്ള അവകാശമുണ്ട്. ഓട്ടോ സ്റ്റാൻഡുകളിലെ ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ അവസാനിപ്പിക്കണം. നിയമം കയ്യിലെടുക്കുന്ന ഇത്തരം ഗുണ്ടാ മാഫിയകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി അധികൃതർ എടുക്കാൻ തൊഴിൽ ചെയ്യാനുള്ള അവകാശം ഒരു യൂണിയന്റെയും ഒരു നേതാവിന്റെയും ഔദാര്യമൊന്നുമല്ല. അത് ഇന്ത്യയിലെ ഒരു പൗരന്റെ മൗലിക അവകാശമാണ്. അതിനുവേണ്ടി നിന്റെയൊക്കെ കൂതറ യൂണിയനിൽ ചേരണമെന്ന് പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ ജനങ്ങളും ഈ മേഖലയിലേക്ക് പുതിയതായി കടന്നു വരുന്ന യുവാക്കളും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടർന്ന് വളരെ വിനീതമായി മറ്റൊരു വീഡിയോ ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ